എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ എണ്ണ ഒരൊറ്റ സ്ഥലത്ത് മാത്രം കാണപ്പെടുന്നത് എന്ന്? നമ്മളിൽ പലരും കേട്ടിട്ടുണ്ടെങ്കിലും അധികം ആലോചിച്ചിട്ടില്ലാത്തൊരു ചോദ്യമാണിത്. ആ വലിയ രഹസ്യമാണ് നമ്മളിന്ന് ചുരുളഴിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? ഈ കഥയുടെ തുടക്കം തന്നെ നമ്മളെ ശരിക്കും ഞെട്ടിക്കുന്നൊരു കണക്കിൽ നിന്നാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ലോകത്ത് ഇതുവരെ കണ്ടെത്തിയ ക്രൂഡ് ഓയിലിന്റെ ഏകദേശം പകുതിയോളം, അതായത് ഒരു 48%, അതും ഒരൊറ്റ സ്ഥലത്ത്. പക്ഷേ രസമെന്താണെന്ന് വെച്ചാൽ ഈ ഗൾഫ് രാജ്യങ്ങളെല്ലാം കൂടെ ചേർത്താൽ ഭൂമിയിലെ കരയുടെ വെറും 3.4% മാത്രമേയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, ഇത്ര ചെറിയൊരു സ്ഥലത്ത് ഇത്രയധികം എണ്ണ എങ്ങനെ വന്നു? അതെ, അതാണ് ഇവിടുത്തെ പ്രധാന ചോദ്യം. എന്തുകൊണ്ട്? ഇതിന്റെ ഉത്തരമാണ് നമ്മളിന്ന് തേടാൻ പോകുന്നത്. ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തണമെങ്കിൽ നമ്മളൊരു ടൈം ട്രാവൽ നടത്തണം. ഒരുപാട് പിന്നോട്ട്, കോടിക്കണക്കിന് വർഷങ്ങൾ പിന്നോട്ട്, ഇന്ന് നമ്മൾ കാണുന്ന ലോകമേ അല്ലാത്തൊരു കാലത്തേക്ക്. നമ്മൾ പോകുന്നത് ഒരു 10 കോടി വർഷം മുമ്പോട്ടാണ്. അന്ന് ഇന്നീ കാണുന്ന മിഡിൽ ഈസ്റ്റിലെ മണലാരണ്യങ്ങളൊന്നുമില്ല. പകരം അവിടെ തിരയടിക്കുന്ന ഒരു വലിയ സമുദ്രമായിരുന്നു. അതിന്റെ പേരായിരുന്നു തെത്തിസ്. ഈ തെത്തിസ് സമുദ്രം വെറുമൊരു കടലായിരുന്നില്ല കേട്ടോ, അത് ശരിക്കും ജീവന്റെ ഒരു കലവറയായിരുന്നു. ഒരുപാട് പുഴകൾ അതിലേക്ക് ഒഴുകിയെത്തിയിരുന്നതുകൊണ്ട് പോഷകങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അതുകൊണ്ടുതന്നെ പ്ലാങ്ക്ടൺ എന്ന് പറയുന്ന സൂക്ഷ്മജീവികൾ മുതൽ വലിയ മത്സ്യങ്ങൾ വരെ അവിടെ തഴച്ചു വളർന്നു. ഓർത്തുവെച്ചോളൂ, നമ്മുടെ എണ്ണക്കഥയുടെ തുടക്കം ഈ ജീവന്റെ സമൃദ്ധിയിൽ നിന്നാണ്. അപ്പോ പ്രകൃതി എങ്ങനെയാണ് ഈ കറുത്ത സ്വർണം ഉണ്ടാക്കിയെടുത്തത്? അതൊരു ഇൻസ്റ്റന്റ് റെസിപ്പിയൊന്നുമല്ല, കോടിക്കണക്കിന് വർഷങ്ങളെടുത്ത ഒരു പ്രോസസ്സാണ്. നമുക്കതൊന്ന് നോക്കാം. ക്രൂഡ് ഓയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, കോടിക്കണക്കിന് വർഷം മുൻപ് ആ കടലിൽ ജീവിച്ചിരുന്ന ജീവികളില്ലേ, അവയുടെയൊക്കെ അവശിഷ്ടങ്ങളിൽ നിന്ന് രൂപം കൊണ്ട ഒരു ഇന്ധനമാണ്. അപ്പോൾ ഇതിന്റെ പ്രോസസ്സ് ഇങ്ങനെയാണ്. ആദ്യം ഈ ജീവികളൊക്കെ ചത്ത് കടലിന്റെ അടിത്തട്ടിൽ ഇങ്ങനെ അടിഞ്ഞുകൂടും. വർഷങ്ങൾ കഴിയുമ്പോൾ ഇതിന്റെ മുകളിലും മണലും ചൊടിയുമൊക്കെ വന്നു മൂടും. പിന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മുകളിലുള്ള വെള്ളത്തിന്റെ ഭാരം കാരണം ഭയങ്കരമായ പ്രഷറും ഭൂമിക്കടിയിലെ ചൂടും കൂടെ ചേരുമ്പോൾ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഈ അവശിഷ്ടങ്ങൾ പതിയെ പതിയെ എണ്ണയും ഗ്യാസുമായിട്ട് മാറും. ഓക്കെ, അപ്പോ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് കടലിന്റെ അടിയിൽ എങ്ങനെ എണ്ണ രൂപപ്പെട്ടുകൊണ്ടേയിരുന്നു? പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഈ എണ്ണയൊക്കെ കടലിന്റെ അടിയിലല്ലേ? ഇതിനെ കരയിലേക്ക് കൊണ്ടുവരാൻ എന്തെങ്കിലും വേണ്ടേ? അവിടെയാണ് കഥയിലെ ഒരു വലിയ ട്വിസ്റ്റ് വരുന്നത്. അപ്പോ ഈ ടൈം ലൈൻ ഒന്ന് നോക്കൂ. 10 കോടി വർഷം മുൻപ് ജീവൻ തുടിക്കുന്ന തെത്തിസ് സമുദ്രം. പിന്നെ ഒരു 6 കോടി വർഷം മുൻപ് ആ വലിയ സംഭവം നടക്കുന്നു, ഒരു ഭീമൻ കൂട്ടിയിടി. അതിന്റെ ഫലമാണ് ഇന്ന് നമ്മൾ കാണുന്ന മിഡിൽ ഈസ്റ്റിലെ എണ്ണപ്പാടങ്ങൾ. അതെ, അങ്ങനെ കോടിക്കണക്കിന് വർഷങ്ങൾ കടന്നുപോയി. എന്നിട്ട് ആരും പ്രതീക്ഷിക്കാത്തൊരു കാര്യം സംഭവിച്ചു. ഒരു ഭീമാകാരമായ വൻകര മറ്റൊന്നുമായി നേർക്കുനേർ വന്നിടിച്ചു. അതായത് വടക്കോട്ട് നീങ്ങിക്കൊണ്ടിരുന്ന ഇന്ത്യൻ പ്ലേറ്റ് ഒരിടത്ത് തന്നെ നിന്നിരുന്ന യൂറേഷ്യൻ പ്ലേറ്റുമായിട്ട് അതിശക്തമായി കൂട്ടിയിടിച്ചു. ഭൂമിയുടെ മുഖച്ഛായ തന്നെ മാറ്റിവരച്ച ഒരു കൂട്ടിയിടിയായിരുന്നു അത്. ശരി, അപ്പോൾ ഈ വലിയ കൂട്ടിയിടിയും ഇന്നത്തെ മരുഭൂമിയിലെ എണ്ണയും തമ്മിൽ എന്താണ് ബന്ധം? അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ആ കൂട്ടിയിടിയുടെ ശക്തിയിൽ സംഭവിച്ചത് എന്താണെന്നറിയാമോ? ആ തെത്തിസ് കടലിന്റെ അടിത്തട്ടിലെ എണ്ണയൊക്കെ രൂപപ്പെട്ടുകൊണ്ടിരുന്ന ആ സ്ഥലം അത് അപ്പടെ മുകളിലേക്ക് ഉയർത്തപ്പെട്ടു. അങ്ങനെയാണ് കടലിനടിയിലായിരുന്ന ഒരു പ്രദേശം ഇന്ന് നമ്മൾ കാണുന്ന മിഡിൽ ഈസ്റ്റ് എന്ന കരയായി മാറിയത്. അതിന്റെ ഫലം എന്തായിരുന്നു? കടലിന്റെ അടിത്തട്ട് മുകളിലേക്ക് ഉയർന്നപ്പോൾ അവിടെ രൂപപ്പെട്ട എണ്ണയും ഗ്യാസുമെല്ലാം ആ കരയ്ക്കുള്ളിൽ കുടുങ്ങിപ്പോയി. അങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണശേഖരം അവിടെ രൂപപ്പെട്ടത്. ലോകത്ത് വേറെയും സ്ഥലങ്ങളിൽ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഭീമമായ അളവിൽ ഒരിടത്ത് മാത്രം ഒതുങ്ങിപ്പോയത് ഇവിടെയാണ്. ഈ കണക്കുകൾ നോക്കൂ. ലോകത്തിലെ എണ്ണയുടെ 48%, പ്രകൃതിവാതകത്തിന്റെ 32%, എല്ലാം ഈ ഒരൊറ്റ മേഖലയിലാണ്. അപ്പോ നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ തിരിച്ചെത്തിയില്ലേ? ഭൂമിയുടെ വെറും 3.4% വരുന്നൊരു പ്രദേശം ലോകത്തിലെ 48% എണ്ണയും കൈവശം വയ്ക്കുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കതിന്റെ കാരണം എന്താണെന്ന് വ്യക്തമായി അറിയാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതൊരു പെർഫെക്റ്റ് കോമ്പിനേഷനായിരുന്നു. 1, ജീവജാലങ്ങൾ നിറഞ്ഞ ഒരു പുരാതന സമുദ്രം. 2, എണ്ണയുണ്ടാകാൻ പറ്റിയ സാഹചര്യം. 3, അതെല്ലാം ഒരിടത്ത് കുടുക്കിവയ്ക്കാൻ സഹായിച്ച ഒരു വൻകരയുടെ കൂട്ടിയിടി. ശരിക്കും പറഞ്ഞാൽ കോടിക്കണക്കിന് വർഷങ്ങളെടുത്ത ഒരു ജിയോളജിക്കൽ ലോട്ടറി തന്നെയാണിത്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഈ സംഭവങ്ങൾ അത് നമ്മുടെ ഇന്നത്തെ ലോകത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? ഈയൊരു ഭൗമശാസ്ത്രപരമായ ഭാഗ്യം മനുഷ്യന്റെ ഭാവിയെ എങ്ങനെയായിരിക്കും രൂപപ്പെടുത്താൻ പോകുന്നത്? ഇതൊരു വലിയ ചോദ്യമാണല്ലേ.